പുളിമാത്തൂർ മഹാദേവർ ക്ഷേത്രത്തിലെ 2026 തിരുവുത്സവം എല്ലാ ഉത്സവ ദിനങ്ങളിലും ഉച്ചയ്ക്ക് നടക്കുന്ന അന്നദാനത്തിൽ പങ്കുചേരാനായി ജനലക്ഷങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച ഭക്തിയും ഐക്യവും നിറഞ്ഞ മഹാസംഗമമായി മാറുന്നു. നമസ്കാരം, ഞാൻ മധുസൂദനൻ, പുളിമാത്തൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ സെക്രട്ടറിയാണ്. ഏകദേശം പഴമക്കാർ പറഞ്ഞത് പ്രകാരം 680 വർഷത്തെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്നാണ് പറയുന്നത്. ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി സ്വാമിമാർ കൈകാര്യം ചെയ്യുന്ന നടുവിലെ മഠം എന്നുള്ള ട്രസ്റ്റിൻ്റെതായിരുന്നു. അവർക്കിത് നോക്കി നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ നാട്ടുകാരുടെ ട്രസ്റ്റിന് കൊടുക്കുകയാണ് ചെയ്തത്. ഏകദേശം 50 വർഷത്തോളമായി നാട്ടുകാരുടെ ട്രസ്റ്റാണ് ഇത് കൈകാര്യം ചെയ്തു വരുന്നത്. ഇവിടെ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദൈവമാണെന്നാണ് നാട്ടുകാരുടെ സങ്കല്പം. ഇവിടെ പടരൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് നടത്തിയിട്ടുള്ളത്. ശിവരാത്രി മഹോത്സവമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായ ഒരു കാര്യം അന്നദാനമാണ്. എല്ലാ ദിവസവും ചെയ്യുന്ന അന്നദാനം. ഈ അന്നദാനത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട്. അന്നദാനം ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ആരംഭിക്കുന്നതിന് മുമ്പായി സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാ അഗതി മന്ദിരങ്ങളും അനാഥ മന്ദിരങ്ങളിലും ഇവിടെ നിന്ന് ഭക്ഷണം എത്തിച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അന്നദാനം ആരംഭിക്കുന്നത്. 25 പേരടങ്ങുന്ന ട്രസ്റ്റാണ് ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഈ അടുത്ത സമയത്തായിട്ട് ഒരുപാട് വസ്തുവകകൾ വാങ്ങി കൂട്ടിയിട്ടുണ്ട്. ഇവിടെ വിവാഹം നടത്തുന്നതിനുള്ള ഓഡിറ്റോറിയം നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ നാട്ടിലെ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് വിവാഹം ആഡംബരമായി നടത്താൻ കഴിയാത്ത കുടുംബങ്ങളിലെ കുട്ടികൾക്ക് നമ്മൾ വളരെ പരിമിതമായ റേറ്റുകൾ വാങ്ങിക്കൊണ്ട് അവർക്ക് ഓഡിറ്റോറിയം നൽകി വരുന്നു. എല്ലാ വർഷവും നമ്മൾ അസുഖമായിട്ട് കിടക്കുന്നവർക്ക് 5-10 പേർക്ക് നമ്മളൊരു സാമ്പത്തിക സഹായം എല്ലാ വർഷവും ചെയ്തു വരുന്നുണ്ട്. അതുപോലെ ഈ നാട്ടിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പഠന സഹായം ചെയ്തു വരുന്നുണ്ട്. PSC ക്ലാസുകൾ നടത്തി വരുന്നുണ്ട്. പഞ്ചാരിമേളം, തബല, വയലിൻ ഇങ്ങനെ തുടങ്ങിയ കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്കും ഉല്ലാസത്തിനും ഉതകുന്ന തരത്തിലുള്ള എല്ലാ കലാപരിപാടികളും പഠിപ്പിക്കുന്നുണ്ട്. വോളിബോൾ ടീമുണ്ട്. സംസ്ഥാന തലങ്ങളിൽ പോയി മത്സരിച്ച വോളിബോൾ ടീമാണ് ഇവിടെ ഉള്ളത്. ആറ്റുകാൽ കരിക്കകം ക്ഷേത്രങ്ങളിലെ പഞ്ചാരിമേളത്തിൽ നമ്മുടെ ഇവിടുത്തെ ടീമാണ് മെയിനായിട്ട് പങ്കെടുക്കുന്നത്. ഈ വർഷം ഒരു മഹാശിവലിംഗമാണ് നമ്മൾ കുളത്തിന് മുകളിലായിട്ട് നമ്മുടെ ഇവിടുത്തെ യുവാക്കൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് കാണുന്നതിനായി ഡെയിലി അനേകായിരം ആൾക്കാർ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഉത്സവ പരിപാടികളിലും ഈ ശിവലിംഗം ദർശിക്കാനും അന്നദാനത്തിനുമെല്ലാം ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളും നാട്ടുകാരും എത്തിച്ചേരണമെന്ന് മഹാദേവന്റെ നാമധേയത്തിൽ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. പുളിമാത്തൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഒരു കൂട്ടം ആൾക്കാർ ഒത്തൊരുമിച്ച് ചെയ്ത ഒരു സംരംഭമാണിത്. ഏകദേശം ഒരു 100-100ഓളം ആൾക്കാരുണ്ട്. ടീം പുളിമാത്തൂർ എന്നാണ് ഞങ്ങൾ മൊത്തത്തിൽ ഒഫീഷ്യലി അറിയപ്പെടുന്നത്. ഇതിൽ പ്രധാനമായിട്ട് 2 പേരെ പരിചയപ്പെടുത്താനുള്ളത്, ഒന്ന് സുധീഷും മറ്റൊന്ന് ബിൻചേട്ടനുമാണ്. ഇവർ രണ്ടുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. വെൽഡിംഗ് വർക്കുകളെല്ലാം ചെയ്തത് സുധിയും പെയിന്റിംഗ് വർക്കുകളെല്ലാം ചെയ്തത് ബിൻചേട്ടനുമാണ്. ഇവരൊരു ആശയം നമ്മുടെ മനസ്സിൽ വയ്ക്കാൻ കാരണം എല്ലാ വർഷവും നമ്മളിങ്ങനെ ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഈ വർഷം നമുക്ക് പലയിടത്തും ഇങ്ങനെ വീഡിയോസിലൊക്കെ ഇങ്ങനെ ശിവലിംഗത്തിൻ്റെ വീഡിയോ കണ്ടപ്പോൾ അങ്ങനെ ഇൻസ്പിറേഷൻ ഉണ്ടാവുകയും അങ്ങനെ സുധി എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തു നമുക്കത് ചെയ്യാമെന്ന് പെട്ടെന്നൊരു തീരുമാനമായിരുന്നു. പക്ഷെ അതിൻ്റെ പിന്നിൽ വലിയ കഷ്ടപ്പാടായിരുന്നു. ഏകദേശം മാസങ്ങളോടുള്ള കഷ്ടപ്പാടുണ്ടായിരുന്നു. നമ്മൾ ടീം പുളിമാത്തൂർ എന്നറിയപ്പെടുന്ന ഒരു 100-100ഓളം പേര് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിന്റെ ഹൈറ്റ് എത്രയുണ്ട്? ഹൈറ്റ് 31 അടി. ഈ ഒരു ഹൈറ്റ് പ്ലാൻ ചെയ്തുകൊണ്ടാണോ വർക്ക് തുടങ്ങിയത്? അതേ ചെയ്ത് വന്ന് ഇതിലോട്ട് എത്തുകയായിരുന്നു? എങ്ങനെയായിരുന്നു ഇത്? ആദ്യം ഈ സ്ഥലത്തിന്റെ പ്ലേസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് തുടങ്ങിയത് അല്ലേ? കുളത്തിന്റെ സെന്ററിലായിരുന്നു പറഞ്ഞിരുന്നത്. പുളിമാത്തൂർ മഹാദേവർ ക്ഷേത്രത്തിന്റെ തിരുവുത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ബ്രഹ്മാണ്ഡ ഘോഷയാത്ര 2026 ഫെബ്രുവരി 14 നടക്കും. തുടർന്ന് ഫെബ്രുവരി 15 മഹാശിവരാത്രി ആഘോഷങ്ങളോടെ ഉത്സവം സമാപിക്കും. അന്നേ ദിവസം ശിവരാത്രി സദ്യയും ഉണ്ടായിരിക്കുന്നതാണ്. പുളിമാത്തൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ തിരുസന്നിധിയിലേക്കും ഉത്സവ കാഴ്ചകളിലേക്കും എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്ര കമ്മിറ്റി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഫ്രം ദ ഡെസ്ക്, ന്യൂസ് കേരള ഓൺലൈൻ 24/7.